Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസും പിന്നെ ആപ്ലിക്കേഷൻസ് ആണ്. സോ ലെറ്റ് us start. First one, binomial theorem for positive integral indices എന്താണെന്ന് നോക്കാം. Binomial theorem defines the principle for extending the algebraic expression x plus y whole raised to n and expresses it as a summation of the terms including the individual exponents of variables x and y. അപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്ന ആൾജിബ്രൈക് എക്സ്പ്രഷനെ ഒരു സമ്മേഷന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസ് അല്ലേ, ആ രണ്ട് വേരിയബിൾസിന്റെയും ഇൻഡിവിജ്വൽ എക്സ്പോണൻസിന്റെ ടേംസിലായിരിക്കും സമ്മേഷൻ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അതാണ് ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത്. Every term in a binomial series expansion is linked with a numeric value which is termed as coefficient. Clear ആയല്ലോ? ഓരോ ടേമും ബൈനോമിയൽ സീരീസിലെ ഓരോ ടേമും നമ്മൾ ഒരു ന്യൂമറിക് വാല്യൂ ആയിട്ട് അസോസിയേറ്റഡ് ആയിരിക്കും, റിലേറ്റഡ് ആയിരിക്കും. ആ ഒരു ടേമിനെ പറയുന്നതാണ് കോഎഫിഷ്യന്റ്. The binomial formula by which any power of a binomial expression can be expanded is given by. അപ്പോൾ നമ്മൾ ബേസിക്കലി എങ്ങനെയാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ, ആ എക്സ്പ്രഷൻ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാന്നാണ് പറയുന്നത്. എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ, എക്സോ വൈയോ എടുക്കാം അല്ലെങ്കിൽ എയോ ബിയോ എടുക്കാം, ജനറൽ നൊട്ടേഷൻസ് ഏത് വേണമെങ്കിലും ആയാലും കുഴപ്പമില്ല. a plus b whole raised to n is equal to c of n comma 0 a raised to n plus c of n comma 1 a raised to n minus 1 into b plus etc plus c of n comma n minus 1 into a into b raised to n minus 1 plus c of n comma n into b raised to n. Okay, ഇങ്ങനെയാണ് ജനറൽ എക്സ്പാൻഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. That is further expressed as the binomial expansion formula as shown below. ഇനി ഇതിനെ ഒന്നും കൂടി നമ്മൾ ജനറലൈസ്ഡ് ഫോമിൽ എഴുതുകയാണെങ്കിൽ എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നതിന്റെ ബേസിക് എക്സ്പാൻഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 0 ടു എൻ എൻ സി ആർ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു ബി റേസ് ടു ആർ. ഓക്കെ, ഇതാണ് പഠിച്ചിരിക്കേണ്ടത്. ഈ രീതിയിലാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 0 ടു എൻ, ആറിന്റെ വാല്യൂ 0 മുതൽ n വരെയാണ്. പിന്നെ is equal to NCR into A raised to n minus R into B raised to R, where 0 less than is equal to R less than is equal to n. Okay, R ന്റെ value 0 to n ആണ് and small n belongs to natural numbers capital N. ഇനി കേസ് 1, അപ്പോൾ C എന്നുണ്ട് ഈ NCR ഒക്കെ നമ്മൾ ഓൾറെഡി കോമ്പിനേഷൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. Case 1, by substituting A is equal to 1 and B is equal to x, we get the binomial formula as 1 plus x whole raised to n is equal to, ഇനിയിപ്പോൾ ജസ്റ്റ് എക്ക് എ എന്ന് പറയുന്നത് 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബി എന്ന് പറയുന്നത് എക്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ എന്താവും? 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ ആവും അല്ലെ, സിഗ്മ. അപ്പോൾ അതാണ് എൽ എച്ച് എസ് വരിക. ആർ എച്ച് എസ് എന്താ വരിക? സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 0 ടു എൻ ഇൻറ്റു, ഇനി നമ്മുടെ ആർ എച്ച് എസിലെ ടേം എന്താ വരിക? എൻ സി ആർ. then a എന്ന് പറയുന്നത് എന്താണ്? a എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 raised to n minus r എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ അത് എഴുതിയിട്ടില്ല. ഇൻറ്റു ബി റേസ് ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എക്സ് ആണ്, അപ്പോൾ എക്സ് റേസ് ടു ആർ. അപ്പോൾ ഇതാണ് നമ്മൾ a is equal to 1 b equal to x നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ബൈനോമിയൽ ഫോർമുല. ഇനി കേസ് 2ൽ by substituting a is equal to 1 and b is equal to minus x. ഓക്കെ, a നമ്മൾ നേരത്തെ 1 തന്നെ കൊടുത്തത്, പക്ഷേ b is equal to plus x ആണ് കൊടുത്തത്. ഇവിടെ നമ്മൾ b is equal to minus x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ we get the binomial formula as sigma r is equal to 0 to n minus 1 raised to r into ncr into x raised to r. ക്ലിയർ ആയല്ലോ? minus 1 raised to r ആണ് ടേം എക്സ്ട്രാ വരുന്നത്. അവിടെ 1 ആയിരുന്നു, 1 raised to ടേം എന്ത് വന്നാലും 1 തന്നെയാണ്. ഇവിടെ പക്ഷേ minus 1 ആയതുകൊണ്ട് minus 1 raised to r into ncr into x raised to r. ഇനി നോട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. ദ എക്സ്പാൻഷൻ ഓഫ് എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ ഹാസ് n plus 1 ടേംസ്. ഓക്കെ, എ പ്ലസ് ബി ഹോൾ റേസ് ടു എന്നിന്റെ ബൈനോമിയൽ എക്സ്പാൻഷനിൽ എത്ര ടേംസ് ഉണ്ടാവും? n plus 1 ടേംസ് ഉണ്ടാവും. സിൻസ് എൻ സി ആർ ഇസ് ഈക്വൽ ടു എൻ സി എൻ മൈനസ് ആർ, എൻ സി ആർ എന്ന് പറയുന്നത് എൻ സി എൻ മൈനസ് ആറിന് ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ സി 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ സി എൻ ആയിരിക്കും. കാരണം ആറിന് 0 കൊടുത്തു കഴിഞ്ഞാൽ n മൈനസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n മൈനസ് 0, അതായത് n തന്നെ. അതാണ് എൻ സി 0 is equal to എൻ സി എൻ. അതുപോലെ ആറിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എൻ സി 1 is equal to എൻ സി എൻ മൈനസ് 1 ആൻഡ് സോ ഓൺ. അപ്പോൾ ഇങ്ങനെ ടേംസ് ഈക്വൽ ആയിട്ട് വരും. നെക്സ്റ്റ് ബൈനോമിയൽ എക്സ്പാൻഷൻ ടേംസ്. ഇപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷനിൽ കുറച്ച് ടേംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനറൽ ടേം,
എന്താണ് ഈ ജനറൽ ടേം എന്ന് പറയുന്നത്? ഇൻ ദ ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് a plus b whole raised to n, the general term is given by tr plus 1 is equal to ncr into a raised to n minus r into b raised to r. Okay, tr plus 1 ആണ് പറയുക. a plus b whole raised to n എന്ന് പറയുന്ന ബൈനോമിയൽ എക്സ്പാൻഷന്റെ ജനറൽ ടേം is given by tr plus 1 is equal to ncr a raised to n minus r b raised to r. In the binomial expansion of a plus b whole raised to n, the rth term from the end is n plus 1 minus r plus 1. അതായത് n minus r plus 2, that is the term from the beginning. Okay, അപ്പോൾ നമുക്ക് ഇവിടെ binomial expansion of a plus b whole raised to n ൽ rth term from the end എന്ന് പറയുന്നത് എന്താണ്? n minus r plus 2. Next one, here the r value is 1 smaller than the number of terms of the binomial expansion. ശ്രദ്ധിക്കേണ്ടത് r എന്ന് പറയുന്ന വാല്യൂ it is 1 smaller than the number of terms in the binomial expansion. നമ്മൾ number of terms നമുക്കറിയാം n plus 1 ആണ്. അപ്പോൾ അതിനേക്കാളും 1 smaller ആയിരിക്കും എന്ത് r ന്റെ വാല്യൂ. Next one, middle term. The middle term and the number of middle terms depends upon the value of n. ഇപ്പോൾ നമ്മൾ ജനറൽ ടേം പഠിച്ചു. നെക്സ്റ്റ് വൺ മിഡിൽ ടേം ആണ്. ഇനി മിഡിൽ ടേമും നമ്പർ ഓഫ് മിഡിൽ ടേംസും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാം? വാല്യൂ ഓഫ് എന്നിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് n will be even or odd. അതനുസരിച്ചായിരിക്കും മിഡിൽ ടേമും നമ്പർ ഓഫ് മിഡിൽ ടേംസും നമുക്ക് കിട്ടുക. അപ്പോൾ if n ഈവൺ ആണെങ്കിൽ ആ കേസിൽ ബൈനോമിയൽ എക്സ്പാൻഷനിൽ മിഡിൽ ടേം എന്താ? n/2 പ്ലസ് 1th ടേം ആയിരിക്കും മിഡിൽ ടേം വരും. ക്ലിയർ ആയല്ലോ? by a plus b whole raised to n എന്ന് പറയുന്നതിന്റെ ബൈനോമിയൽ എക്സ്പാൻഷനിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് n ഈവൺ ആണെങ്കിൽ മിഡിൽ ടേം എന്തായിരിക്കും? n/2 പ്ലസ് 1th ടേം ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി n നെക്സ്റ്റ് കേസിൽ നമ്മൾ n ഓഡ് ആണെങ്കിൽ ഇപ്പോൾ n ഈവൺ ആണെങ്കിൽ നമുക്ക് ടേം കിട്ടി n/2 പ്ലസ് 1th ടേം ആണ്. പക്ഷെ ഒരു ടേം ഉള്ളൂ. സപ്പോസ് n ഓഡ് ആണെങ്കിൽ രണ്ട് മിഡിൽ ടേംസ് ആണ് കിട്ടുക. അതായത് n plus 1/2th ടേമും n plus 1/2 പ്ലസ് 1th ടേമും. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് രണ്ട് മിഡിൽ ടേംസ് ഉണ്ടാവും. n ഓഡ് ആണെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? n plus 1/2th ടേമും ആയിരിക്കും, പിന്നെ n plus 1/2 പ്ലസ് 1 ഇതിന്റെ നെക്സ്റ്റ് ടേം. ഈ രണ്ടെണ്ണമായിരിക്കും മിഡിൽ ടേംസ് വരിക. നെക്സ്റ്റ് വൺ, ഇൻഡിപെൻഡന്റ് ടേം. അപ്പോൾ ആ ടേമിന്റെ നെയിമിൽ തന്നെ ഉണ്ട് ഇൻഡിപെൻഡന്റ് ആണ്. അതായത് ഇതിന്റെ മീനിങ് എന്താ? ഇറ്റ് വിൽ ബി ഇൻഡിപെൻഡന്റ് ഓഫ് ദ വേരിയബിൾസ്. ഇപ്പോൾ എയും ബിയും ആണ് വേരിയബിൾസ് എങ്കിൽ എനെയും ബിനെയും ഇതേപോലെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാതെ കിട്ടുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ a into x raised to p plus b by x raised to q whole raised to n. അപ്പോൾ നോർമലി ഇവിടെ വേരിയബിൾസ് ശരിക്കും ഇവിടെ x ആണ് വേരിയബിൾ ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ a ആൻഡ് b ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ നമ്മൾ x അല്ലെങ്കിൽ 1 അങ്ങനെ 1 plus x അല്ലെങ്കിൽ 1 minus x അങ്ങനത്തെ ടേംസ് ആണ് എടുത്തിരുന്നത് അല്ലേ? അപ്പോൾ അതേപോലെ ഇവിടെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് എന്താ? x ആണ്. ക്ലിയർ ആയോ? സോ ഇൻഡിപെൻഡന്റ് ടേം എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻഡിപെൻഡന്റ് ഓഫ് x ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് x എന്ന് പറയുന്ന വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ടേമിനെയാണ് ഇൻഡിപെൻഡന്റ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ദ ടേം ഇൻഡിപെൻഡന്റ് ഇൻ ദ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? tr plus 1, അതായത് tr plus 1 is equal to ncr a raised to n minus r into b raised to r, where r ന്റെ വാല്യൂ എന്താണ്? n into p by p plus q. ക്ലിയർ ആയി? ഇതൊരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. r എന്ന് പറയുന്നത് n into p divided by p plus q. tr plus 1 ആണ് ഇൻഡിപെൻഡന്റ് ടേം. ncr a raised to n minus r into b raised to r, അതായത് the term which is free from variables, it is known as independent term. Next one, properties of binomial coefficients. അപ്പോൾ ബൈനോമിയൽ കോഎഫിഷ്യൻസ് നമുക്കറിയാം c0, c1, c2 എക്സെട്ര cn അല്ലേ? അപ്പോൾ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഫോർമുലയെന്നും പറയാം. അപ്പോൾ c0 പ്ലസ് c1 പ്ലസ് c2 പ്ലസ് എക്സെട്ര അപ് ടു cn എന്ന് പറയുന്നത് എന്താ? അതായത് എല്ലാ ബൈനോമിയൽ കോഎഫിഷ്യൻസിന്റെയും സം എന്ന് പറയുന്നത് 2 raised to n ആണ്. Okay, next one, c0 plus c2 plus c4 plus etc is equal to c1 plus c3 plus c5 plus etc is equal to 2 raised to n minus 1. അതായത് alternate terms. അപ്പോൾ all even terms ആഡ് ചെയ്യുക അല്ലെങ്കിൽ all odd terms coefficients ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 2 raised to n minus 1 ആണ്. Next one, alternate plus minus, അതായത് c0 minus c1 plus c2 minus c3 plus etc plus minus 1 raised to n into ncn. അതെന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അതിന്റെ വാല്യൂ എന്താ വരിക? 0 ആണ് അതിന്റെ വാല്യൂ വരിക. നെക്സ്റ്റ് വൺ, nc1 plus 2nc2 plus 3nc3 plus etc n into ncn is equal to എന്താ? n into 2 raised to n minus 1. ഓക്കെ, n into 2 raised to n minus 1.
Next one, C1 minus 2C2 plus 3C3 minus 4C4 plus etc. minus 1 raised to n minus 1 into Cn എന്ന് പറയുന്നത് എന്താ 0 തന്നെയാണ് for n greater than 1. C1 minus 2C2 plus 3C3 minus 4C4 plus etc. minus 1 raised to n minus 1 Cn എന്ന് പറയുന്നത് 0 ആണ് for n greater than 1. Next one, sum of squares, അതായത് C0 square plus C1 square plus C2 square plus etc. Cn square is equal to എന്താ 2n factorial by n factorial whole square. 2n factorial divided by n factorial square. Okay. Next one, binomial theorem for any index. ഏത് ഇൻഡെക്സിനും ഉള്ള binomial theorem ആണ് പറയാൻ പോകുന്നത്. Assign n as a rational number and x to be a real number such that modulus of x is less than 1. Clear ആയല്ലോ? അതായത് n എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറും x എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണെങ്കിൽ mod x less than 1 ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ 1 plus x whole raised to n is equal to, ഇതാണ് നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ്, അതായത് algebraic expression 1 plus x whole raised to n ആണ്. അതിനെ നമ്മൾ ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടുക 1 plus nx plus n into n minus 1 by 2 factorial into x square plus n into n minus 1 into n minus 2 by 3 factorial into x cube plus etc. plus n into n minus 1 into n minus 2 into etc. n minus r plus 1 divided by r factorial into x raised to r plus etc. up to infinity. Clear ആയല്ലോ? അതായത് ഏതൊരു ഇൻഡെക്സിനും നമ്മൾ യൂസ് ചെയ്യുന്ന ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത് ഇതാണ് എക്സ്പാൻഷൻ വരിക. ഓക്കെ, 1 plus x whole raised to n. അവിടെ മോഡുലസ് x എന്തായിരിക്കണം? ലെസ് ദാൻ 1 ആയിരിക്കണം. ഇനി ജസ്റ്റ് ബൈനോമിയൽ തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. ബൈനോമിയൽ തിയറം ഹാസ് ആൻ എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ഇൻ മാത്തമാറ്റിക്സ് ലൈക്ക് finding the remainder, locating digits of a number, perform divisibility test, relation between two numbers, etc. നമ്മൾ നോർമലി റിമൈൻഡർ കണ്ടുപിടിക്കാൻ ബൈനോമിയൽ തിയറം യൂസ് ചെയ്യാറുണ്ട്. ഒരു നമ്പറിന്റെ ഡിജിറ്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ഡിവിസിബിലിറ്റി ടെസ്റ്റ്, അതായത് ഇപ്പോൾ ഇഫ് ചെക്ക് വെദർ ദ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 5, അങ്ങനെ ഓരോന്നും ഡിവിസിബിലിറ്റി ടെസ്റ്റ് യൂസ് ചെയ്യും. അതിനുവേണ്ടി ബൈനോമിയൽ തിയറം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ടു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് തമ്മിൽ റിലേഷൻ കണ്ടുപിടിക്കാനും ബൈനോമിയൽ തിയറം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക് യു.